നമുക്കിന്ന് കൺവൾസീവ് ഡിസോർഡേഴ്സിനെ പറ്റി നോക്കാം. എന്താണ് കൺവൾഷൻ? ഇൻവോൾണ്ടറി കൺട്രാക്ഷൻ ഓർ സീരീസ് ഓഫ് കൺട്രാക്ഷൻസ് ഓഫ് വോളണ്ടറി മസിൽ. അതായത് ഇൻവോളണ്ടറി ആയിട്ടുള്ള കൺട്രാക്ഷൻസ് അല്ലെങ്കിൽ സീരീസ് ഓഫ് കൺട്രാക്ഷൻസ് ആണ്. ഇറ്റ് ഒക്കർ ഡ്യൂ ടു ഡിസ്റ്റർബൻസസ് ഓഫ് ബ്രെയിൻ ഫംഗ്ഷൻ റിസൾട്ടിങ് ഫ്രം അബ്നോർമൽ എക്സസീവ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ഫ്രം ബ്രെയിൻ. അബ്നോർമൽ ആയിട്ടുള്ള എക്സസ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ബ്രെയിൻ എന്നുള്ളത് കാരണം ബ്രെയിൻ്റെ ഫംഗ്ഷൻ ഡിസ്റ്റർബ്ഡ് ആകും. ഇത് കാരണം ഈ ഒരു കൺട്രാക്ഷൻ നടക്കും, ഇൻവോളണ്ടറി കൺട്രാക്ഷൻസ് അല്ലെങ്കിൽ സീരീസ് ഓഫ് വോളണ്ടറി കൺട്രാക്ഷൻസ്. ഇനി ഇൻസിഡൻസ് നോക്കാം. ചൈൽഡ്ഹുഡിലാണെങ്കിൽ 8% ചാൻസ് ഉണ്ട്. സെർബ്രൽ പാൾസിൻ്റെ കേസിൽ 35% ചാൻസ് ഉണ്ട് കൺവൾഷൻസ് വരാൻ. മെൻ്റൽ റിട്ടാർഡേഷൻ്റെ കേസിൽ 20% ചാൻസ് ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണ് കൺവൾസീവ് ഡിസോർഡറിൻ്റെ കോസസ് എന്ന് നോക്കാം. ചിൽഡ്രനിൽ ഇത് ഏജ് വൈസ് ഉള്ള കാറ്റഗറിയാണ്. ഫസ്റ്റ് നിയോനെറ്റൽ പീരീഡിൽ 0 to 28 days ആണ് ഇത് വരുന്നത്. എന്തൊക്കെയാണ്? ബർത്ത് ആസ്ഫിക്സിയ, ഹൈപ്പോക്സിയ, ബർത്ത് ഇഞ്ചുറി, പിന്നെ ഇൻട്രാവെൻട്രിക്കുലർ ഹെമറേജ് ഉണ്ട്. പിന്നെ അടുത്തത് ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പോകാൽസീമിയ, ഹൈപ്പർ അല്ലെങ്കിൽ ഹൈപ്പോനെട്രീമിയ, ഹൈപ്പോമാഗ്നസീമിയ. ഹൈപ്പോ എന്നാൽ കോയൽ, ഹൈപ്പർ എന്നാൽ കൂടുതൽ, ഹൈപ്പോകാൽസീമിയ കാൽസ്യം കോയൽ. ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ സോഡിയം കുറയോ അല്ലെങ്കിൽ കൂടുകയോ ചെയ്യാം. ഓക്കെ. പിന്നെ നാർക്കോട്ടിക് ഡ്രഗ് വിഡ്രോവൽ, അതായത് ചില കുട്ടികളിലൊക്കെ നാർക്കോട്ടിക് ഡ്രഗ്സ് കൊടുക്കുന്നുണ്ടാകും. അപ്പോൾ അത് പെട്ടെന്ന് വിഡ്രോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മതിയാക്കുമ്പോൾ ഈ ഒരു കൺവൾഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ സെപ്റ്റിസീമിയ, മെനിഞ്ചൈറ്റിസ്, പിന്നെ കൺജനിറ്റൽ മാൽഫോർമേഷനിൽ മൈക്രോസെഫാലി ഒക്കെ വരുന്നുണ്ട്. പിയർഡോക്സിൻ ഡെഫിഷ്യൻസി, ഇൻബോൺ എറേഴ്സ് ഓഫ് മെറ്റബോളിസം, സ്റ്റോച്ച് ഇൻഫെക്ഷൻ. സ്റ്റോച്ച് ഇൻഫെക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഈ അമ്മക്ക് വരുന്നതാണ് കേട്ടോ, അത് കാരണം കുട്ടിക്ക് ഉണ്ടാകും. പിന്നെ ഇനി ഇൻഫൻസിലും യങ് ചിൽഡ്രനിലും വരുന്നതിന് കാരണം എന്താണെന്ന് നോക്കാം. CNS ഇൻഫെക്ഷൻ ആകാം, മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ്, ടെറ്റനസ്, റേസ് സിൻഡ്രം ഒക്കെ. റേസ് സിൻഡ്രം എന്ന് പറഞ്ഞാൽ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആണ് അല്ലെങ്കിൽ ഡിസീസസ് ആണ്. പിന്നെ അടുത്തത് പോസ്റ്റ് ഇൻഫെക്ഷ്യസ് അല്ലെങ്കിൽ പോസ്റ്റ് വാക്സിനൽ എൻസെഫലോപ്പതി, അതായത് ഇൻഫെക്ഷന് ശേഷമോ അല്ലെങ്കിൽ വാക്സിൻ നൽകിയതിന് ശേഷമോ അല്ല എൻസെഫലോപ്പതി വരുവാണെങ്കിൽ. പിന്നെ മെറ്റബോളിക് ഡിസ്റ്റർബൻസസ് ലൈക്ക് ഡീഹൈഡ്രേഷൻ, ആൽക്കലോസിസ്, ഹൈപ്പോകാൽസീമിയ, ഹൈപ്പോഗ്ലൈസീമിയ ഒക്കെ. പിന്നെ ട്രോമക്ക് ശേഷം എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് ആണ് കോസ്. പിന്നെ ബ്രെയിൻ ട്യൂമർ, ബ്രെയിൻ ആബ്സസ്, ട്യൂബർക്കുലോമ അതൊക്കെ കാരണമാകുന്നുണ്ട്. പിന്നെ ഹീറ്റ് സ്ട്രോക്ക്, പോയിസണിങ്, ബ്രെത്ത് ഹോൾഡിങ് സ്പെൽസ്, അതായത് ചില കുട്ടികൾ വാശി പിടിച്ചിട്ട് ഈ ബ്രീത്ത് ചെയ്യുന്നത് പിടിച്ചു വെക്കും അവിടെ. അതായത് ഇപ്പോൾ എന്തെങ്കിലും വാശിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനം കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ആ സാധനം കിട്ടുന്നവരെ ഞാൻ ശ്വാസം എടുക്കില്ല എന്ന് ഇങ്ങനെ പിടിച്ചു വെക്കും. അപ്പോഴേ ഇത് പ്രോബ്ലം ആവുന്നുണ്ട്. കാരണം ഹൈപ്പോക്സി ഒക്കെ കാണാം ബ്രെയിനിൽ. പിന്നെ ഡീജനറേറ്റീവ് ഡിസോർഡർ ഒക്കെ ഉണ്ട്. പിന്നെ ഇഡിയോപ്പതിക് എപ്പിലെപ്സി ഉണ്ട്. പിന്നെ ഇനി ഫെബ്രൽ കൺവൾഷൻസ് എന്നൊരു സംഭവമുണ്ട്. ഫെബ്രൽ കൺവൾഷൻസ് പറഞ്ഞാൽ ഈ ഫീവർ കാരണം വരുന്ന കൺവൾഷൻസ് ആണ്. ഇതിൽ നമ്മുടെ CNS ഇൻഫെക്ഷൻ കാരണമുള്ള സാധനം എക്സ്ക്ലൂഡ് ആവുന്നുണ്ട്, ഇതിൽ ഇൻക്ലൂഡ് ആക്കത്തില്ല കേട്ടോ. ഈ ഫെബ്രൽ കൺവൾഷൻസിന് 2 ടൈപ്പ് ഉണ്ട്. ടിപ്പിക്കൽ ഫെബ്രൽ കൺവൾഷൻസും എറ്റിപ്പിക്കലും. ടിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ 10 മിനിറ്റിൽ കുറവ് ഇത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. പിന്നെ ഇതിന് ശേഷം ഈ ഒരു അറ്റാക്കിന് ശേഷം നമ്മുടെ EEG ഒക്കെ നോർമലായിരിക്കും. പിന്നെ എറ്റിപ്പിക്കൽ ഫെബ്രൽ കൺവൾഷൻസ് എന്ന് പറഞ്ഞാൽ 20 മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കും. EEG അബ്നോർമൽ ആയിരിക്കും, അതായത് അറ്റാക്കിന് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം EEG അബ്നോർമൽ ആയിരിക്കും. സോ ഇതൊക്കെയാണ്. പിന്നെ മാനേജ്മെൻറ്റ് ഉണ്ട് ഇതിൽ ആൻറ്റി കൺവൾസീവ് ഡ്രഗ്സ് കൊടുക്കാം, ഡയസിപ്പാം, ഫീനോബാർബിറ്റോൾ ഒക്കെ. പിന്നെ ആൻറ്റിബയോട്ടിക്സ് ലൈക്ക് പാരസിറ്റമോൾ, മെഫനാമിക് ആസിഡ് ഒക്കെ. പിന്നെ ടെപ്പിഡ് സ്പഞ്ച് പനി കുറക്കാൻ വേണ്ടിയിട്ട് കുറക്കാം. പിന്നെ ഹൈഡ്രേഷൻ ആൻഡ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണം, എയർവേ ക്ലിയറൻസ് കൊടുക്കണം, ഓക്സിജൻ തെറാപ്പി നൽകണം, റെസ്റ്റും കംഫർട്ടബിൾ പൊസിഷനും, ഹൈജീനിക് മെഷേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഇമോഷണൽ സപ്പോർട്ട് പാരൻസിന് കൊടുക്കണം. പിന്നെ ഇതിനെ തടയാൻ വേണ്ടിയിട്ട് ഇൻ്റർമീഡിയറ്റ് പ്രൊഫൈലാക്സിസ് വിത്ത് ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് ലൈക്ക് ഡയസിപ്പം കൊടുക്കാം. ഈ ഒരു ഇൻ്റർമീഡിയറ്റ് തെറാപ്പി ഫെയിൽ ആവുകയാണെങ്കിൽ കണ്ടിന്യൂസ് പ്രൊഫൈലാക്സിസോ അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴും എറ്റിപ്പിക്കൽ കൺവൾഷൻ്റെ കേസിലും കണ്ടിന്യൂസ് പ്രൊഫൈലാക്സിസ് നൽകാം. ഇതിൽ എപ്പിലെപ്സി എന്ന് പറഞ്ഞൊരു ഭാഗം വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കമൻറ്റ് ഇട്ടാൽ മതി, ഞാനത് എടുത്തു തരാം അതിലെ ക്ലാസിഫിക്കേഷൻ. ഇനി പിന്നെ ഡയഗ്നോസിസ് നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി ടേക്കിംഗ്, ഫിസിക്കൽ ആൻഡ് ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ഓഫ് ബ്ലഡ്, യൂറിൻ, CSF, പിന്നെ EEG എടുക്കുന്നുണ്ട്, എക്സ്റേ സ്കള്ള്, CT സ്കാന്, പെറ്റ്, സ്പാക്ട് സ്കാന്, SPECT കേട്ടോ. പിന്നെ MRI. പിന്നെ ഇനി മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ എപ്പിലെപ്സിൻ്റെയും കൺവൾസീവ് ഡിസോർഡറിൻ്റെ മാനേജ്മെൻറ്റ് സിമിലർ ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണ് വരുന്നതെന്ന്.
ഇതിൽ ഫസ്റ്റ് വരുന്നത് ഡ്രഗ് തെറാപ്പിയാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് സീഷറും എക്കണോമിക്കൽ സ്റ്റാറ്റസും ഒക്കെ നോക്കിയിട്ടാണ് ഈ ഡ്രഗ് ചൂസ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫീനോബാർബിറ്റോൾ 3 to 5 mg/kg/day കൊടുക്കുന്നുണ്ട് 1 മുതൽ 2 ഡിവൈഡ് ഡോസിൽ. ഇത് ഏതൊക്കെ കേസിലാണ് കൊടുക്കുന്നത് നോക്കില്ല. ടോണിക് ക്ലോണിക്, പാർഷ്യൽ, എക്കൈനറ്റിക് ആൻഡ് ഫെബ്രൽ കൺവൾഷൻസിൻ്റെ കേസിൽ. ഡൈഫീനൈൽ ഹൈഡ്രാറ്റോയിൻ ഉണ്ട് 5 മുതൽ 8 mg/kg/day കൊടുക്കും 2 ഡിവൈഡ് ഡോസിൽ. ടോണിക് ക്ലോണിക്, എറ്റോണിക്, എക്കൈനറ്റിക് ആൻഡ് പാർഷ്യൽ സീഷേഴ്സിൽ കൊടുക്കുന്നുണ്ട്. കാർബാമസിപ്പൻ ഉണ്ട് 10 to 20 mg/kg/day 2 to 3 ഡിവൈഡഡ് ഡോസിൽ കൊടുക്കുന്നുണ്ട്. ഇൻഡിക്കേറ്റഡ് ഇൻ ടോണിക് ക്ലോണിക്, എറ്റോണിക്, എക്കൈനറ്റിക് ആൻഡ് പാർഷ്യൽ സീഷേഴ്സ്. പിന്നെ ഡൈസ്പാം ഉണ്ട് 0.2 mg/kg ഡോസ് IV അല്ലെങ്കിൽ റെക്ടലായിട്ട് കൊടുക്കും സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസിൻ്റെ കേസിൽ. പിന്നെ സോഡിയം വാൽപ്രോറേറ്റ് ഉണ്ട് 15 to 20 mg/kg/day 3 മുതൽ 4 ഡിവൈഡഡ് ഡോസിൽ കൊടുക്കും. ബ്രോഡ് സ്പെക്ട്രം ആൻറ്റി കൺവൾസീവ് ഏജൻ്റ് ആയിട്ടാണ്. പിന്നെ ഈത്തോസക്സിമൈഡ് ഉണ്ട് 10 to 20 mg/kg/day 2 ഡിവൈഡഡ് ഡോസിൽ കൊടുക്കും. ഇൻഡിക്കേറ്റഡ് ഇൻ ആബ്സൻസ് സീസർ. അടുത്തത് ഡയറ്റ് തെറാപ്പിയാണ്. കീറ്റോജനിക് ഡയറ്റ് ഈ ഒരു സീഷറിനെ ത്രെഷോൾഡ് കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. ഈ ഒരു ഡയറ്റിൻ്റെ കേസിൽ ചൈൽഡിന് IV ഫ്ലൂയിഡ്സോ ഡെക്സ്ട്രോസോ ഒന്നും കൊടുക്കാൻ പാടില്ല. പിന്നെ സ്ട്രിക്റ്റ് ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ സർജിക്കൽ മാനേജ്മെൻറ്റ് ഉണ്ട്. ഒന്ന് ന്യൂറോ സർജറി ആണ്. അനാറ്റമിക്കൽ ലെഷൻസ് ലൈക്ക് ബ്രെയിൻ ട്യൂമർ, ഹെമറ്റോമ ആൻഡ് ഇൻ മെഡിക്കലി ഇൻട്രാക്റ്റബിൾ സീഷർ ഡിസോർഡേഴ്സിലൊക്കെയാണ് ഈ ന്യൂറോ സർജറി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത്. ഇനി ഇതിൽ പോസിബിൾ ആയിട്ടുള്ള സർജിക്കൽ ഇൻ്റർവെൻഷൻസ് ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ കോർപ്പസ് കലോസമോട്ടമി, പിന്നെ ഫോക്കൽ റിസെക്ഷൻ ഓഫ് പാർട്ട് ഓഫ് സെർബ്രൽ കോർട്ടെക്സ്, അതായത് ഈ ഒരു എപ്പിലെപ്റ്റോജനിക് ഫോക്കയുള്ള ഈ സെർബ്രൽ കോർട്ടെക്സിൻ്റെ പാർട്ട് ഫോക്കൽ റിസെക്ഷൻ ചെയ്ത് കളയുക. പിന്നെ നഴ്സിംഗ് മാനേജ്മെൻറ്റിൽ വരുന്നതാണ്. ഏതൊക്കെയാണ് നഴ്സിംഗ് ഡയഗ്നോസിസ് നോക്കാം. റിസ്ക് ഓർ ഇൻജോറി, ഇൻഎഫക്റ്റീവ് ബ്രീത്തിങ്, സോഷ്യൽ ഐസൊലേഷൻ, ആൾട്ടേർഡ് സെൽഫ് എസ്റ്റീം, നോളജ് ഡെഫിസിറ്റ് ഒക്കെ ഇതിൽ നഴ്സിംഗ് ഡയഗ്നോസിസ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ നഴ്സിംഗ് ഇൻ്റർവെൻഷൻ വരുവാണെങ്കിൽ പേഷ്യൻ്റ് ഇഞ്ചുറി പറ്റുന്ന കാര്യങ്ങളൊക്കെ തടഞ്ഞു വെക്കുക. പിന്നെ പാഡ് ചെയ്ത് വെക്കുക. റെയിൽസ് വെച്ചാൽ ഫോളിൻ്റെ ഇഞ്ചുറി തടയാൻ പറ്റും. പിന്നെ ഈ ഒരു മോശമായിട്ടുള്ള എന്തെങ്കിലും സാധനമൊന്നും ചൈൽഡിൻ്റെ ബെഡിലൊന്നും വെക്കാതിരിക്കുക. ഓഫെറിഞ്ചൽ സെക്രീഷൻസ് നമ്മൾ സക്ഷൻ ചെയ്ത് മാറ്റുന്നത് ബ്രീത്ത് ഇതാക്കും. പിന്നെ ഓക്സിജൻ തെറാപ്പി കൊടുക്കാം. ക്ലോസ് ഒബ്സർവറിൽ വെക്കണം പേഷ്യൻറ്റിനെ. അഡ്മിനിസ്റ്റർ പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻ ഫോളോയിങ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ അബൌട്ട് ഡയറ്റിനെ പറ്റിയുള്ള റെസ്ട്രിക്ഷൻസും റെസ്റ്റൊക്കെ കൊടുക്കണം. പിന്നെ റെസ്പിറേറ്ററി അറസ്റ്റും ആസ്പിറേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂസ് ക്ലോത്ത്, നെക്കിന് അറൗണ്ടിലായിട്ട് ലൂസ് ക്ലോത്ത് വെക്കുക. ചൈൽഡിന് ഫ്ലാറ്റായിട്ട് കിടക്കുക. സെക്രീഷൻസ് റിമൂവ് ചെയ്തിട്ട് ഒരു ക്ലിയർ എയർവേ കൊടുക്കുക. കൺവൾഷൻ്റെ ടൈമിൽ റിസ്ട്രെയിൻ ചെയ്യുന്നത് ഒഴിവാക്കുക. പിന്നെ റെക്കോർഡ് ഇവൻറ്റ്സ് ഇൻ ഡീറ്റെയിൽസ്, ഒരു ഇവൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുക. പിന്നെ സോഷ്യലൈസേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രക്ട് ദി പാരൻറ്റ് ടു അലോ ദി ചൈൽഡ് ടു പെർഫോം നോർമൽ ലൈഫ് ആസ് പോസിബിൾ വിത്ത് സം റെസ്ട്രിക്റ്റഡ് ആക്ടിവിറ്റീസ് ലൈക്ക് നോട്ട് ടു ക്ലൈംബ് ഹൈ പ്ലേസസ് ഓർ ടു അവോയ്ഡ് സ്വിമ്മിങ് ആൻഡ് എക്സേർഷണൽ ആക്ടിവിറ്റീസ്. പിന്നെ സ്ട്രെങ്തനിങ് സെൽഫ് എക്സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പ്ലനേഷൻ, റിയഷുറൻസ് ആൻഡ് എൻകറേജിങ് ടു ഡിസ്കസ് അബൌട്ട് ഫീലിംഗ്, പ്രൊമോട്ടിങ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് കെയർ ആൻഡ് ഫാമിലി കൗൺസിലിംഗ്. പിന്നെ പ്രൊവൈഡിങ് ഹെൽത്ത് ടീച്ചിങ്, എഡ്യൂക്കേഷൻ്റെ നമ്മുടെ ഡെഫിസിറ്റ് നോളജ് ആണല്ലോ, നെസസറി റിലേറ്റഡ് ഹെൽത്ത് ടീച്ചിങ് ടു ബി ഗിവൺ വിത്ത് സ്പെഷ്യൽ എംഫസൈസ് ഓൺ continuation of medication care during convulsions, diet therapy, restricted activities, misconception regarding disease and follow up. So മറ്റൊരു ടോപ്പിക്കായിട്ട് മറ്റൊരു വീഡിയോ കാണാം. ബൈ, താങ്ക് യു.